വെക്കേഷൻ ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഹാദക്കുട്ടനെ കൊണ്ട് വൈറ്റില പാർക്കിൽ പോവാണ്. വിഷു കഴിഞ്ഞ് ആരോ ഉപേക്ഷിച്ച് പോയ കുറേ ചക്കകൾ അവിടെ കാണാട്ടോ വഴിയിൽ. ഞങ്ങൾ നേരെ ബസ് കയറി വൈറ്റില പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് 150 രൂപയാണ് കേട്ടോ ഫീസ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. ആദ്യം തന്നെ അതേ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. വണ്ടി ഓടിക്കുന്നതിനും അതുപോലെ സ്വിമ്മിംഗ് പൂളിനും ഇവിടെ എക്സ്ട്രാ ക്യാഷാണ് കേട്ടോ ഈ 150 രൂപയ്ക്ക് പുറമെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് എന്നോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും ചോദിക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കൊള്ളാം, ഞാൻ അങ്ങനെ ഓടിക്കും ഇങ്ങനെ ഓടിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. വെക്കേഷൻ തുടങ്ങിയാൽ പിന്നെ ആദ്യക്കുട്ടൻ്റെ മദ്രസയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബോറടിയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ഒന്നും കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. പിന്നെ ടി വിയുടെ മുന്നിലായിരിക്കും അധിക സമയം. അതുകൊണ്ടാണ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. ഇവിടെ കൊച്ചിനെ വണ്ടിയിൽ കളിക്കാൻ വിട്ടിട്ട് കൊച്ചിനെ കാണിക്കാണ്ട് ഐസ്ക്രീം തിന്നുന്ന 2 ഫാദറിനെയും മദറിനെയാണ് കേട്ടോ ഞാൻ കാണുന്നത്. കൊച്ചു വരുമ്പോഴത്തേക്കിന് ഇവരിതിങ്ങനെ പുറകെ വെച്ചിട്ട് കൊച്ചിനെ കളിപ്പിക്കും. കൊച്ചു പോയി കഴിയുമ്പോൾ അപ്പം തന്നെ തിന്നാൻ തുടങ്ങും. അവരറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ സോറി ട്ടാ, ഞാൻ കണ്ടായിരുന്നു. ഇനി 150 രൂപയുടെ കൂടെ ഒരു 90 സിനിമയും അതുപോലെ ഒരു ഫ്രീ വീഡിയോ ഗെയിമും കൂടെ ഉണ്ടാവും. എനിക്ക് നോമ്പായിരുന്നു കേട്ടോ. കറക്റ്റ് ആ ടൈമിനാകുമ്പോൾ ബാങ്ക് വിളിച്ചു. അപ്പോൾ ഞാൻ നോമ്പ് മുറിക്കുകയാണ്. ഒരു ഈത്തപ്പഴവും പിന്നെ കുറച്ച് ഓട്സ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാര്യമായിട്ട് കഴിക്കാനൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ അത് കഴിച്ചു. ഓട്സ് കൊണ്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചപ്പോൾ അതുകൂടെ ഇവിടെ വീഡിയോ ഗെയിമൊക്കെ കളിച്ചിട്ട് എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആ 150 രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് ഓരോ ഐസ്ക്രീമും കൂടെ കിട്ടും. ഇനി ഹാദക്കുട്ടനെ ഈ 90 സിനിമ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കയറ്റിയിരുത്തിയിട്ടുണ്ട്. 5-6 മിനിറ്റെങ്കിലും ഉണ്ട് കേട്ടോ അത്. ഞാൻ പിന്നെ കയറണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് നിന്നില്ല. ഹാദക്കുട്ടൻ ഒറ്റയ്ക്ക് കയറുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ തപ്പുന്നതാണ്. അങ്ങനെ പിന്നെ അടുത്ത പരിപാടിയിലേക്കാണ് ഇനി കിടക്കുന്നത്. എക്സ്ട്രാ കുറച്ചും കൂടെ പൈസ കൊടുക്കുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ള ആ ഒരു ഇത് കിട്ടും. സ്വിമ്മിംഗ് പൂളിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ആ ഒരു നിക്കർ. 1.5 മണിക്കൂർ എന്തോ ആണ് മിനിമം. പക്ഷേ എന്നാലും അവർ കുറച്ച് നേരം കൂടെ ഒക്കെ കളിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ടിക്കറ്റ് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഹാദക്കുട്ടൻ ചെറിയൊരു മടിയോട് കൂടിയിട്ടാണ് കേട്ടോ തുടങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളങ്ങ് നല്ല ആക്റ്റീവായി. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണല്ലേ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കയറിയതാണ്. 9 മണിയോളം ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഞാനും അതും കൂടെ തനിയാണ് വന്നത് ബസ്സിന്. ഇനി തിരിച്ചിക്ക കൊണ്ടുപോകും. ഈ പിള്ളേർ ഇവിടെ നിന്ന് ചെയ്യുന്ന കണ്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഹരം കയറിയിട്ട് വയ്യായിരുന്നു കേട്ടോ. എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ഇങ്ങനെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ വീഗാലാൻഡിൽ പോകാനായിട്ട് മുട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു മടി കാണിച്ചെങ്കിൽ ഹാദക്കുട്ടൻ പിന്നെ ഇതിനകത്ത് കൂടെ നടന്ന് കയറിപ്പോകുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കണ്ടു നിൽക്കാൻ. അങ്ങനെ എല്ലാവരും പോയിട്ടും ഹാദക്കുട്ടൻ മാത്രം ഇതിനകത്ത് ബാക്കിയായിട്ടോ. പിന്നെ ആ സെക്യൂരിറ്റി അവനെ ഓടിച്ചു വിട്ടു. ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉടുപ്പൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾ നേരെ ഇക്ക വന്നിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറങ്ങി. ആ പാർക്ക് പൂട്ടിയിട്ടോ. 3-4 മണിക്കൂർ നിർത്താതെ കളിച്ചതിന് വന്ന് കയറിയ പാടെ കിടന്നു. അതിനുശേഷം ഞങ്ങളൊരു ദോശയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു.